നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മാരക മയക്കുമരുന്നായ MDMA-യുമായി തിരുവേഗപ്പുറ സ്വദേശികൾ പോലീസിന്റെ പിടിയിൽ. 23 ഗ്രാം MDMA-യാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. വളാഞ്ചേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആദവനാടിൽ നിന്നും 23 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA-യുമായി തിരുവേഗപ്പുറ സ്വദേശികൾ പിടിയിലായത്. തിരുവേഗപ്പുറ കൈപ്പുറം തച്ചറക്കുഴിയിൽ ഷിബിൽ അർഷാദ് 23 വയസ്സ്, തിരുവേഗപ്പുറ ഞാവലുംകാട് കല്ലുവെട്ടിൽ ഹൗസിൽ മുഹമ്മദ് മുർഷാദ് 27 വയസ്സ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ഓൺലൈൻ വഴിയാണ് ഇവരുടെ മയക്കുമരുന്ന് കച്ചവടമെന്ന് പോലീസ് പറഞ്ഞു. ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘമാണ് പോലീസിന്റെ വലയിലായത്. ആവശ്യക്കാർക്ക് ഒരു നിശ്ചിത സ്ഥലത്തെ മയക്കുമരുന്ന് കൊണ്ടുപോയി വെച്ച് ആ പ്രദേശത്തെ ലൊക്കേഷൻ മാപ്പ് വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ വിൽപ്പന രീതി. പണം ഗൂഗിൾ പേ വഴി വാങ്ങുകയും ചെയ്യും. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു പരിശോധന നടത്തിയത്. ഇന്നലെ നമ്മൾ വളാഞ്ചേരി ആദവനാട് മാട്ടുമിൽ എന്ന പ്രദേശത്ത് നിന്നും 22.64 ഗ്രാം കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുള്ള MDMA നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാളയാർ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു SI പ്രമോദ് എന്ന് പറയുന്ന അദ്ദേഹം പരിശോധനയ്ക്കിടയിൽ വാഹന പരിശോധനയ്ക്കിടയിൽ 2 ചെറുപ്പക്കാരെ തടഞ്ഞു വെക്കുകയും അവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലാണ് ഇങ്ങനെ ഒരു MDMA വളാഞ്ചേരി മാട്ടുമിൽ എന്ന പ്രദേശത്ത് ഇവർക്ക് ഉപയോഗിക്കാനും വിൽപ്പനയ്ക്കായിട്ട് ഒരു കച്ചവടക്കാരൻ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാട്സപ്പ് മെസ്സേജും ലൊക്കേഷൻ കിട്ടുന്നത്. അല്ല, MDMA കൊടുത്തിട്ടുള്ളത് തിരുവേഗപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ്. അയാളെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ആ പ്രതിയെ കൂടി കിട്ടാനുണ്ട്. അയാൾക്ക് ആ ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പ്രതിക്ക് മുമ്പ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി MDMA കടത്തിയതിന് ഒരു കേസ് നിലവിലെ മനസ്സിലായിട്ടുണ്ട്. ഈ 2 പ്രതികൾക്കും ഒരു 27B കേസ് മാത്രം മുന്നേ ഉള്ളത്. അപ്പോൾ ഈ മാഫിയകൾ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പല നൂതന മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട്. നേരിട്ട് കഞ്ചാവ് അല്ലെങ്കിൽ MDMA കൈവശം കിട്ടാതെ സോഷ്യൽ മീഡിയ വഴിയും മറ്റ് ആധുനിക സൗകര്യങ്ങൾ വഴിയും രഹസ്യമേ ഒളിപ്പിക്കുകയും പിന്നീട് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അവിടെ പോലീസിനെ കിട്ടാതെ ആ മെസ്സേജ് അവർ കണ്ട ഉടനെ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് സ്നാപ്ചാറ്റ് പോലുള്ള സങ്കേതം ഉപയോഗിച്ച് മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്ത ശേഷം ആ MDMA അല്ലെങ്കിൽ കഞ്ചാവ് അവര് 2 വീലർ ഒന്ന് എടുത്തു കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കൃത്യമായ വിവരം യഥാസമയം നമുക്ക് വളയാർ പോലീസ് ടീം കൈമാറിയപ്പോഴാണ് ഇത് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പോലീസ് കൂടുതൽ അന്വേഷിക്കുകയാണ്. ഇതിന്റെ സോഴ്സ് എവിടെയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് സോഴ്സ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇത് സപ്ലൈ ചെയ്തിട്ടുള്ള അതോട് കൊണ്ടുവച്ചിട്ടുള്ള ആ 3-ാം പ്രതി കിട്ടുന്നതോടുകൂടി പൂർണ്ണമാവുകയായിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന പ്രവൃത്തികൾ തുടങ്ങി. വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ആസ്ഥാനത്തും ഇതിനായി ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നടപടികൾ പട്ടാമ്പി താലൂക്കിൽ പുരോഗമിക്കുകയാണ്. പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. താലൂക്കിലെ വില്ലേജ് ഓഫീസ് ആസ്ഥാനങ്ങളിലും താലൂക്ക് ആസ്ഥാനത്തും ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഫോമുകൾ കൈവശമുള്ള അതാത് BLOമാർ അവരുടെ ഫോണുകളിൽ തന്നെയാണ് രേഖകൾ അപ്ലോഡ് ചെയ്യുന്നത്. BLOമാർക്ക് സഹായിക്കാനായി പട്ടാമ്പി താലൂക്കിൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ NSS വാളണ്ടിയർമാരുടെ സഹായവും ഒരുക്കിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ആപ്ലിക്കേഷൻ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും എന്യൂമറേഷൻ ഫോം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താണ് ഡിജിറ്റലൈസേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നത്. ഡിസംബർ 4 വരെയാണ് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാനുള്ള സമയം നൽകിയിട്ടുള്ളത്. എന്നാൽ പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ ഫോറം ഡിജിറ്റലൈസേഷൻ വേഗത്തിൽ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ഭൂരേഖ തഹസിൽദാർ UP സേതു മുഹമ്മദ് പറഞ്ഞു. പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോം വിതരണം കഴിഞ്ഞു. ഫോം തിരിച്ചു വാങ്ങൽ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ 3-ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായിട്ട് ഡിജിറ്റലൈസേഷൻ ആണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ വില്ലേജ് ആസ്ഥാനത്തും കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇതിപ്പോ താലൂക്ക് ഓഫീസിന്റെ കോൺഫറൻസ് ഹാളും പരിസര പ്രദേശങ്ങളുമാണ്. ഇവിടെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി കുട്ടികൾ, NSSന്റെ വോളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ താലൂക്ക് ഓഫീസിലെ തന്നെ ക്ലർക്കുമാര്, ഇവര് BLOമാരുടെ ഒപ്പം ഇരുന്നുകൊണ്ട് BLOമാർക്ക് സഹായമായിട്ട് ഡിജിറ്റൈസേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമുക്ക് തന്നിരിക്കുന്ന സമയം ഡിസംബർ 4 വരെയാണ്. പക്ഷെ ഡിസംബർ 4 വരെ നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ നമുക്കിത് തീർപ്പാക്കാൻ കഴിഞ്ഞോളാമെന്നില്ല.
അതുകൊണ്ട് തന്നെ ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ 27-ാം തീയതി മുമ്പായിട്ട് നമുക്ക് തീർക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് പരമാവധി തീർക്കും. പിന്നെ ഒറ്റപ്പെട്ട 1-2 കേസുകൾ ഉണ്ടെങ്കിൽ ബാക്കി സമയം കൂടി ഉപയോഗിക്കാം. അതിനുവേണ്ടിയുള്ള തീവ്രയത്ന പരിപാടിയാണ് പട്ടാമ്പി താലൂക്കിൽ അങ്ങോളം ഇങ്ങോളം വില്ലേജ് ആസ്ഥാനത്തും അതുപോലെ തന്നെ താലൂക്ക് ആസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ഇന്നും നാളെയായിട്ട് നല്ലൊരു പുരോഗതി ഈ ഡിജിറ്റൈസേഷൻ കാര്യത്തിൽ പട്ടാമ്പി താലൂക്കിൽ 2 നിയോജക മണ്ഡലം തൃത്താലയും പട്ടാമ്പിയും കൈവരിക്കും. ജില്ലയിലും സംസ്ഥാനത്തും തന്നെ മുന്നോട്ട് പോകാനുള്ള തീവ്ര ശ്രമത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ വില്ലേജ് ഓഫീസ് കേന്ദ്രങ്ങളിലും ഡിജിറ്റലൈസേഷൻ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വളണ്ടിയർമാരുടെ സേവനവും ഇതിനായി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചാലിശ്ശേരിയിലെ വലിയ പെരുന്നാളാഘോഷം മതസൗഹാർദ്ദത്തിന്റെ നേർസാക്ഷ്യമായി. പൊതുസദ്യയിൽ ജാതി മതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 160ാമത് ശിലാസ്ഥാപന പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. പെരുന്നാൾ തലേന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ മുഖ്യകാർമ്മികനായി. തുടർന്ന് പെരുന്നാൾ പ്രദക്ഷിണം അങ്ങാടി ചുറ്റി പള്ളിയിൽ സമാപിച്ചു. പള്ളിയിലെത്തിയപ്പോൾ ആശീർവാദം, ശ്ലൈഹിക വാഴ്വ് എന്നിവ ഉണ്ടായി. രാത്രി 9-ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യകലാരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത വാദ്യഘോഷങ്ങളോടെ രാത്രി പെരുന്നാൾ ആരംഭിച്ചു. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നായി ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ ആഘോഷം കാണാൻ അങ്ങാടിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി. ആഘോഷങ്ങൾ വെള്ളിയാഴ്ച പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പെരുന്നാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബാബു ചാത്തനാട്ട് മുഖ്യകാർമ്മികനായി. പെരുന്നാൾ സന്ദേശവും നൽകി. പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ഫാദർ തോമസ് ചിരൻ, ഫാദർ ജയേഷ് ജേക്കബ് എന്നിവർ സഹകാർമ്മികരായി. ഉച്ചയ്ക്ക് ആരംഭിച്ച 9 കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ദേശങ്ങളിൽ പെരുന്നാൾ വിളംബരം നടത്തി. വൈകിട്ട് 5-ന് പള്ളിയിലെത്തി സമാപിച്ചു. ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, ചെണ്ടവാദ്യം, പഞ്ചവാദ്യം, മുത്തുകുട എന്നിവ ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടി. തലയെടുപ്പുള്ള 7ഓളം ഗജവീരന്മാർ നെറ്റിപ്പട്ടവും കോലവുമേന്തി അണിനിരന്നു. പെരുന്നാൾ പ്രദക്ഷിണത്തിൽ വെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയിലെത്തിയപ്പോൾ ധൂപപ്രാർത്ഥന, ആശീർവാദത്തിനുശേഷം ജാതിമതഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വാർത്തയിലേക്ക്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പട്ടാമ്പി ഭൂരേഖ തഹസീൽദാർക്ക് പട്ടാമ്പി പൗരാവലിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പട്ടാമ്പി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് നീമന്നൂർ മുഹമ്മദ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർവീസ് നിന്നും വിരമിക്കുന്ന പട്ടാമ്പി ഭൂരേഖ തഹസീൽദാർ VP സെയ്ദ് മുഹമ്മദിനാണ് പട്ടാമ്പി പൗരസമിതി സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. പട്ടാമ്പി മുനിസിപ്പൽ ഹാളിൽ വെച്ചായിരുന്നു യാത്രയയപ്പ് സമ്മേളനം ഒരുക്കിയത്. പട്ടാമ്പി മുനിസിപ്പൽ മജിസ്ട്രേറ്റ് നീമന്നൂർ മുഹമ്മദ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് എനിക്ക് ആളെ പരിചയമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെ ഒരു 3 ആഴ്ചയാണ് ട്രെയിനിങ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു ക്യാരക്ടറാണ് ആളുടെ എന്തൂസിയാസം. കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉള്ള ഒരു എന്തൂസിയാസം. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ആക്ഷനിലും കാണും. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പേര് ഇവിടെ വന്ന് ആൾക്ക് വേണ്ടി ആളുടെ ഒരു ലൈഫിലൊരു ബിഗ് മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് റിട്ടയർമെന്റ് ഞാൻ ഒരിക്കലും ഒരു മോശമായ സംഭവം പറയില്ല. ബിക്കോസ് ഇറ്റ്സ് എ സെക്കൻഡ് ഇന്നിങ്സ് ടു ഡു മെനി ന്യൂ തിങ്സ്. അപ്പം ഇപ്പൊ ഇത്രയും നാള് സർവീസ് ചെയ്തു, ഇനി വേറെ മേഖലയിൽ ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആളോട് ചോദിക്കണം. എനിവേ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് പേര് പ്രസംഗിക്കാൻ ഇങ്ങനെ ക്യൂവിലാണ്. സോ എനിവേ ഒരുപാട് സന്തോഷം ഈ പരിപാടി സ്വാഗതം ചെയ്യാൻ എന്നെ വിളിച്ചതിൽ. ഔദ്യോഗികമായി ഈ പരിപാടി ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നു. താങ്ക് യു. പൗരസമിതി ചെയർമാൻ ഡോക്ടർ KP മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിരുന്നു. കൺവീനർ T അബ്ദുള്ളക്കുട്ടി, ഡെപ്യൂട്ടി കളക്ടർ ആൽഫ SS O ലക്ഷ്മിക്കുട്ടി, TP ഷാജി, ഡോക്ടർ അമൽ സലീം, KP അലിക്കുഞ്ഞ്, തഹസീൽദാർ TP കിഷോർ, CMA കരീം, ഡോക്ടർ അബ്ദു പതിയിൽ, KR നാരായണസ്വാമി, NP വിനയകുമാർ, MN കരുണാകരൻ, അഡ്വക്കേറ്റ് മനോജ്, KP കമാൽ, EK ബാബു, KP മുരളീധരൻ, K അംസ, M അബ്ദുള്ള, അക്ബർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഭൂരേഖ തഹസീൽദാർ VP സെയ്ദ് മുഹമ്മദ് മറുപടി പ്രസംഗവും നടത്തി. KSTA പട്ടാമ്പി ഉപജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചായിരുന്നു സമ്മേളനം നടത്തിയത്. KSTA പട്ടാമ്പി ഉപജില്ലയുടെ 35ാം വാർഷിക സമ്മേളനമാണ് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂൾ വെച്ച് നടത്തിയത്. രാവിലെ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS സ്മിജ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് KC ഷാജി അധ്യക്ഷനായിരുന്നു.
KP സ്മിത, M മനോജ്, K മണികണ്ഠൻ, M സുധീർ, VP മനോജ്, MP വിപിനൻ, K ജയപ്രകാശ്, EM ശ്രീദേവി, S മിനി, A ഷെമി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. ഇപ്പോൾ അത് 85 മിനിറ്റായി പാർലമെന്റിന്റെ ജനകീയമായ ചർച്ചകൾക്കുള്ള സമയം ചുരുക്കി എന്നുള്ളതാണ്. ED കേസെടുത്ത 100 കേസുകളിൽ 1% ശിക്ഷിക്കപ്പെട്ടത്. ബാക്കി 99 ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പകപോകലിന്റെ പ്രതിരൂപങ്ങളായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുക. അയോധ്യ വിധി നമ്മൾ പഠിച്ചില്ലേ? അയോധ്യ വിധി പറഞ്ഞ ബെഞ്ചിലെ ജഡ്ജിമാരെവിടെ ഇരിക്കുന്നത് ഞാൻ പറയാം, നിങ്ങൾ കേട്ടോളൂ. അയോധ്യ കേസ് വിധിച്ച രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലേക്ക് നോമിനേറ്റഡ് മെമ്പറായി. അതേ ഒഡീഷയിലുള്ള ജഡ്ജി അബ്ദുൾ നസീർ റിട്ടയർമെന്റിന് 1 വർഷം മുമ്പ് ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായി. അശോക് ഭൂഷൺ NCLT അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ചെയർമാൻ. അമിത്ഷാ കുറ്റാരോപിതനായ ജസ്റ്റിസ് നോയ വധക്കെ. തളി പിലാക്കാട് ദേശവിളക്ക് മഹോത്സവം നവംബർ 23 ഞായറാഴ്ച ആഘോഷിക്കും. നവംബർ 22 ശനിയാഴ്ച രാത്രി 7-ന് കാൽനാട്ടൽ ചടങ്ങ് നടത്തി. 7:30 ചാക്യാർ കൂത്തുമുണ്ടായി. ഞായറാഴ്ച രാവിലെ 10:30 വിളക്കുപൂജ. രാവിലെ 11 മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും. അയ്യപ്പസ്വാമിയെ കുടിവെപ്പ്, അന്നദാനം. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശൻ ആൻഡ് പാർട്ടിയാണ് വിളക്ക് യോഗക്കാർ. 5:30 രാമൻകുളങ്ങര അയ്യപ്പൻ കാവിൽ നിന്നും മേളത്തോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്. 7-ന് ദീപാരാധന, പഞ്ചാരിമേളം. രാത്രി 8-ന് ആറങ്ങോട്ടുകര ശിവൻ നയിക്കുന്ന പിലാക്കാട് ദേശത്തെ കലാകാരന്മാരുടെ പഞ്ചാരിമേളം. 8:30 അന്നദാനം, പന്തൽപ്പാട്ട്, ജനനം. 3-ന് തിരിയൊഴിച്ചൽ. 4:30 വെട്ടുംതട. 5:30 ഗുരുതി തർപ്പണത്തോടെ വിളക്കാഘോഷത്തിന് സമാപനമാകും. ചാലിശ്ശേരി പെരുമണ്ണൂർ ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് കുടിവെപ്പ്, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് 4-ന് പഴയിടത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്കുപറമ്പിലേക്ക് പുറപ്പെട്ടു. രാത്രി 10-ന് ഉടുക്കുപാട്ട്. പുലർച്ചെ 2 മണിക്ക് പാൽക്കുടം എഴുന്നള്ളിപ്പ്. തുടർന്ന് പൊലിപ്പാട്ട് എന്നിവയ്ക്ക് ശേഷം നടന്ന വെട്ടും തടവും കനലാട്ടം എന്നിവയോടെ ദേശവിളക്ക് സമാപിച്ചു. പട്ടിശ്ശേരി മങ്ങാട്ട് വീട്ടിൽ ഗോവിന്ദൻ നായർ സ്മാരക സംഘമായിരുന്നു വിളക്ക് പാർട്ടി. കൂറ്റനാട് മല അയ്യപ്പൻ കുന്ന് അയ്യപ്പ ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്ക് മഹോത്സവം ഞായറാഴ്ച നടക്കും. പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വൈകിട്ട് 5-ന് താഴത്തെ അയ്യപ്പൻ കാവിൽ നിന്നും പുറപ്പെടും. മരത്തങ്കോട് മഠപതി ജ്യോതി പ്രകാശ് മകൻ ആൻഡ് പാർട്ടിയാണ് വിളക്ക് സംഘം. വിളക്ക് ദിവസം അന്നദാനവും ഉണ്ടായിരിക്കും. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.